എന്ത് പണിയാ തട്ടിയതാ ചേട്ടാ? ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം. ഇതൊന്ന് പിടിച്ചേ. അല്ല വേണ്ട, ചേട്ടങ്ങ് തൂക്കോ. വെക്കോ. ലോക്കുണ്ട്. ഓ, ലോക്കുണ്ട്. ലോക്കുണ്ട്. ലോക്കില്ല. സൈക്കിൾ വെച്ചു. ഇതിന്റെ കാര്യം അങ്ങ് മറന്നേരെ. 10-60 സൈക്കിളുള്ളവനാ. ഈ ഒരു സൈക്കിളിലേക്ക് കട പൂട്ടി. എന്റെ കാലം ഈ ചേച്ചിയുടെ കാലം അറിയാതെ ഒന്ന് മുട്ടിപ്പോയി. പ്രായമായവരുടെ കാലത്തെ വിട്ട് നമ്മൾ എന്താ ചെയ്യാ? തൊട്ടുമുത്തും. ഞാനതേ ചെയ്തുള്ളൂ. ഓടിക്കൊണ്ടിരിക്കല്ലേ, എന്റെ കൈയൊന്ന് സ്ലിപ്പായതാണ്. ഇവൻ പട്ടികളെ ചോറ് നിൽക്കണ എന്റെ കൈ കിട്ടും. അയ്യോ വായടക്കട. നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ട മച്ചാനെ. കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 6-7 ദിവസമായി. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഹാജരാ. നമ്മുടെ വക്കീൽ മാഷ് ഇതേവരെ ഹാജരായിട്ടില്ല. ഇപ്പോ വക്കീലിന് മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കുക. വാറണ്ടിന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. നിന്നെന്താ ബസ്സിൽ തള്ളിയിട്ട്? ഒന്നും പറയണ്ട മച്ചാനെ. ഒരു പെണ്ണിന്റെ മാല അടിച്ചു മാറ്റാൻ നോക്കിയതാണ്, നടന്നില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കഴുത്തെ കിടക്കുന്ന മാലയുടെ വണ്ണം കണ്ടിട്ടുണ്ട്. അരഞ്ഞാളച്ചാടിന്റെ അത്ര വണ്ണമുണ്ട്, വലിച്ചിട്ട് പൊട്ടാടില്ല. എന്നിട്ട് കിട്ടിയോ? എവിടെ മച്ചാനെ, കൂടുതൽ വലിച്ചു മുറുകി ചാകണ്ടല്ലാന്ന് കരുതി ഞാൻ വിട്ടു കളഞ്ഞു. കിട്ടിയില്ല. അതല്ലടാ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചളുക്ക് ശരിക്ക് കിട്ടിയോന്നാ ചോദിച്ചേ. ഓ, ഒരു 10-15 എണ്ണം നല്ല കൂമ്പിലിട്ട് കിട്ടി. ഒന്ന് മസാജ് ചെയ്ത സുഖമല്ലേ? ഏതായാലും നീ കേറ്, പോയി സ്കാൻ ചെയ്യാ. ഒരു മിനിറ്റ്. വൈഫ്? അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ ഉടമസ്ഥന്റെ വൈഫാണെന്ന്. പനമ്പിളി നഗരതാണ്. ചവിട്ടടാ. ചവിട്ടാ, പിടിച്ചോ. മുണ്ടൊന്ന് ഉണക്കി കുത്തിക്കോട്ടെ. ഒന്ന് തള്ളി. അപ്പോ മച്ചാനെ, ഇത് ജുറാസിക് പാർക്ക് കാണാൻ പോവാ. സെക്കൻഡ് ഷോ. അതിന് നീ കണ്ണാടി നോക്ക്. എന്താ ഒരു കൂട്ടം? ചോദിക്കടാ. മാറി മാറി. എന്താ കൂട്ടം? മാറി മാറി. ആരെങ്കിലും ചത്തോ? 2 അത്ഭുത മനുഷ്യരാ വഴിതെറ്റി വന്നതാ. ഇവിടെ ഇത് ആദ്യമായി. ഇവരെ പോലെ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. മച്ചാനെ, അത്ഭുതം അത്ഭുതം മച്ചാനെ. ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ, ഒരു പശു 2 തരമുള്ള പശുക്കളെ പ്രസവിച്ചെന്ന്. ഇത് അതിനേക്കാൾ അത്ഭുതമാ. ടിക്കറ്റ് വെച്ച ഇവരെ കാണാൻ ആൾ കൂടും. ദൈവദോഷം പറയാടാ. എന്റെ ശനിദശ മാറിയെന്നാണ് തോന്നുന്നത്. ഈ അത്ഭുതങ്ങളെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കും. ഈ നാട് മുഴുവൻ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കും ഞാൻ. ആരടിക്കുന്ന അവനിട്ട് 2 ഞാൻ കൊടുക്കട്ടെ. വേണ്ട വേണ്ട, ഇതൊക്കെ ആരേറ്റി. മനുഷ്യരെ തീ തീറ്റി കളഞ്ഞല്ലോടാ പന്നികളെ. എന്റെ അനിയന്മാരാ ഒരാഴ്ചയായി വീട് വിട്ടിറങ്ങിയിട്ട്. ഞാൻ ഇനി അവന്മാരെ അന്വേഷിക്കാൻ ഇടമില്ല, അറിയാമോ ചേട്ടാ? ദാസ, ഇവരാരാ? മച്ചാനെ, ഇതുപോലെ 2 അനിയന്മാരുള്ള കാര്യം മച്ചാൻ ഇത്രയും നാളെ എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇവന്മാരെ കണ്ടിട്ട് എന്റെ അനിയന്മാരാണെന്ന് മനസ്സിലായോ? ഇല്ല, കണ്ടിട്ടേ മനസ്സിലാകുന്നില്ല, പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? മച്ചാനെ, ജനിച്ചപ്പോ മച്ചാൻ ഇതുപോലെ ആയിരുന്ന? ഓടാ മരപ്പട്ടി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇവൻ നമ്മുടെ ചേട്ടനായിക്കോട്ടെ. ശരി, വലിയേട്ടല്ലേ വിളിക്കുന്നത്? ചോരയില്ലാത്തവരാണ് നിങ്ങളൊക്കെ. അനിയന്മാരെ വാ. അമ്മച്ചി, അത് ശരി, നിങ്ങൾ ഡയാമിസ് ഇരട്ടകളാണല്ലേ? എത്ര കാലമായി ഈ ഗതികേടിലായിട്ട്? ഞങ്ങള് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയാ. ഓ, പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതിരിക്കട്ടെ, ഈ പട്ടണത്തിൽ നിങ്ങൾ എങ്ങനെ ഒന്ന് പെട്ടു? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം, അതിനു വേണ്ടി വന്നതാ. പക്ഷേ അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം. സാർ ഓപ്പറേഷൻ ചെയ്യോ? ഞാൻ ചെയ്യാത്ത ഓപ്പറേഷൻസുകളില്ല.
ഞാൻ പറയണ മാതിരി അനുസരിച്ചാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തി വിവാഹം കഴിച്ച് ചിൽഡ്രൻസ് ആയിട്ട് ജീവിക്കാം. എന്തേ? എന്താ ചേട്ടന്റെ പേര്? ഫ്രാങ്കോ. എന്താ ജോലി? എന്തിന് കള്ളം പറയണം? ഫ്രാഡ് പണി. ഫ്രാഡാണെങ്കിലും ഈ ഫ്രാങ്കോ ഫ്രാങ്ക്. മച്ചാനെ അതെ, നമുക്ക് ആള് കൂടുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിന് ഒതുക്കാൻ. പേടിക്കണ്ട, കേറ്റിക്കോ. കേറിക്കോ. അല്ലെങ്കിൽ മാറി ഞാൻ കയറാം. കേറ്. ഇതിൽ 4 പേരെ കെട്ടാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരാണല്ലോ. ഒന്ന് ഡയാമീസാ. ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റൂല. നിങ്ങൾ ഇതിൽ കേറിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കേറ്റും. ഞങ്ങൾക്ക് കേറാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? കൂട്ടിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ ആളെ പറ്റിക്കാൻ. പുതിയ നമ്പർ ആയിരിക്കും. എക്സ്ട്രാ ചാർജ് തരാം. ഇപ്പൊ എന്താ ചെയ്യാ? അച്ഛാനെ ഒരു ഐഡിയ, ആംബുലൻസ് വിളിച്ചാലോ? നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലട്ടെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഒറ്റ വഴിയേ ഉള്ളൂ. ആഞ്ഞ് ചവിട്ടടേ. രണ്ടിനും കൂടെ 675 കിലോ വരും. നേരെ നേരെ നോക്കണേ. ചവിട്ടടേ. എന്താ ചേട്ടാ? ഒരു വാഷിംഗ് മെഷീനാ? അലക്കി യന്ത്രം. അപ്പൊ കാലോ? ഇത് ലേറ്റസ്റ്റ് ആ ചേട്ടാ. ആണോ? ഇന്നിറങ്ങിയുള്ളു. എടാ കുരുത്തം കേട്ടവനെ, നിന്റെ അടുത്ത് ടെന്റ് അടിക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ട് എന്താണ് അടിക്കാത്തെ? മച്ചാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട, നേരം വെളുക്കുന്നതിന് മുമ്പ് ടെന്റ് റെഡി. അവന്മാരെവിടെ? ഓ, പാക്കേജ് ടൂറും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ക്ഷീണം കാരണം നല്ല ഉറക്കമാ. മുടിഞ്ഞ കൂർക്കമ്പലി കാരണം അവിടെ എങ്ങ് നിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വിശക്കുന്നേ. എന്റെ അമ്മോ, പള്ളി ഉറക്കം കഴിഞ്ഞാ? വിശക്കുന്നു. നേരം വെളുത്തപ്പോ പോലെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ പൊന്നനിയന്മാരെ, ഞാനൊന്നും കഴിച്ചില്ല. ഉള്ള കാശിന് വടിയും മുളയും തുണിയും എല്ലാം മേടിച്ച് നാളത്തെ ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടെ, കാശ് വരും. മലബാർ ഹില്ലിൽ നിന്ന് ഇഷ്ടംപോലെ ബിരിയാണി വാങ്ങിച്ച് തള്ളിത്തരാം. അതുവരെ ദയവേത് വിശപ്പിന്റെ കാര്യം ഒന്നും മിണ്ടരുത്. അങ്ങനെ വലിയ വലിയ സർക്കസ് കമ്പനിക്കാർ കൈതുറച്ച് കാശുമായിട്ട് വരും. പോവരുത്. ഇല്ല, പോവില്ല. വെളിക്കിറങ്ങരുത്. പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്. ആളുകൾ നിങ്ങളെ കണ്ട ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഈ ഭക്ഷണം ഞങ്ങൾ എവിടെ ഇരുന്നാ കഴിക്കണ്ടേ? ഇതെവിടുന്ന് എടുത്തു? ഇതാ ഡ്രങ്കിന്റെ അടി ഇരുന്നതാ. നീ എന്റെ ഭക്ഷണം എവിടെ കൊണ്ടുവച്ചടാ? അത് ഈ പണ്ടാളുകൾ കണ്ടുപിടിക്കുന്നു, ഞാൻ അറിഞ്ഞ. കണ്ടുപിടിക്കാൻ കൊളംബസോ? എനിക്ക് ചിക്കൻ വേണം. എനിക്ക് ചിക്കൻ ഫ്രൈ വേണം. എനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. എന്തിനാണോ തർക്കിക്കുന്നത്? 2 വായി കൂടെ കേറ്റിയാൽ ഒരു പള്ളയിലോട്ട് അല്ലേ ചെല്ലുന്നത്? പോ കൊണ്ടുപോയി വിഴുങ്ങ്. പോ. ഇരട്ട പരട്ടകള് എന്നെ പട്ടിണിക്കിട്ട് കളഞ്ഞല്ലോ. മച്ചാനെ വിശന്നിട്ട് വാരി വലിച്ച് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു. ആ വാരി മുളയും തുണിയും മൈക്കും ടർപ്പാളിനും വാരി വലിച്ച് കേട്ടടാ കുന്തം. ഹലോ മാധ്യമഹാജനങ്ങളെ, കണ്ണുണ്ടായാൽ പോരാ, കാണണം. പുറംപോക്ക് മൈതാനിയിൽ ആദ്യ പ്രദർശനത്തിന്റെ ഉദ്ഘാടന മഹാമഹം പ്രൊപ്പറേറ്റർ WW ഫ്രാങ്കോ നിർവഹിക്കുന്നതാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി നഗരത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അത്ഭുത ജീവികളായ സയാമീസ് ഇരട്ടകൾ ഇതം പ്രഥമനായി കേരള മണ്ണിൽ കാലുനാല് മൂന്നിയിരിക്കുകയാണ്. ഇതാ നിങ്ങളുടെ മുന്നിൽ പ്രേമകാത്തൻ. ഒരറിയിപ്പ്, ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരെ ഈ ഷെഡിന്റെ ബാക്കിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്യുന്നതാണ്. സോറി, ഈ ടിക്കറ്റ് ക്ലോസ്. ഇത് അടുത്ത ഷോയ്ക്ക്. കാശും കൊണ്ട് പോയാ? അപ്പോഴേ നിങ്ങൾക്ക് 1/2 മണിക്കൂർ ബ്രേക്കാ. ചേന പുഴുങ്ങിയതും മുളക് ഉടച്ചതും റെഡി. വേല കഴിച്ചോ? വേണ്ട, ഞങ്ങൾക്ക് ഫ്രാങ്കോ ചേട്ടനെ കാണണം. മച്ചാലേ, എന്താണ്?
ഇവർക്ക് മച്ചാനോടൊന്ന് സംസാരിക്കണമെന്ന്. ചോദിക്കാൻ പറഞ്ഞേ. ഫ്രാങ്കോ ചേട്ടാ, ആൾക്കാർ ഞങ്ങളുടെ ദേഹത്ത് തോണ്ടയും മാന്തയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചേർത്താണ് ടിക്കറ്റ് ഒന്നിന് 10 രൂപ ചാർജ് ചെയ്തിരിക്കുന്നത്. സഹിക്കണം, ചുമ്മാതല്ലോ. നിങ്ങൾക്കൂടെ പ്രയോജനമുള്ള കാര്യമാണ് മനസ്സിലാക്കണം. എല്ലാം സഹിക്കാം. രാവിലെ മുതൽ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റണില്ല, മൂത്രം കെട്ടി നിൽക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ശബരിമലയിലും എരുമേലിയിലും അതിനുള്ള സൗകര്യമില്ല. പിന്നെയല്ലേ നിങ്ങൾ 2 എരുമകൾ മാത്രമുള്ള ഇവിടെ. തീരെ നിവൃത്തിയില്ലെങ്കിൽ മണ്ണിൽ തന്നെ അതാ ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-6 ദിവസമായല്ലോ, ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ, പൈസയും കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഓപ്പറേഷൻ കാര്യം എന്തായി? 10 രൂപ പോലും കിട്ടിയിട്ടില്ല. മിണ്ടായിരടെ മരമാക്കി കള്ളം പറയാതെ. ഏതാണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവത്തില്ല. മൈക്കിനും കറണ്ടിനും കോർപ്പറേഷനും കൊടുത്തു കഴിയുമ്പോ കൈ മിച്ചം പൈസ കാണത്തില്ല. കളക്ഷന് വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടി കാണേണ്ടിയിരിക്കുന്നു. മച്ചാനെ, നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വേണം. എന്തോന്ന് ചേഞ്ച് ഡേ? നമുക്ക് ഇവരെ കൊണ്ട് കലാപരിപാടികൾ വല്ലതും കളിപ്പിച്ചാലോ? കലാപരിപാടികൾ? അതെ, ഇവരെ കൊണ്ടോ? ഇനി എന്തോന്ന് മണ്ടത്തരാണ് സുജാത പറയുന്നത്? ഭരതനാട്യവും കഥകളിയും കുച്ചിപ്പുടിയും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ജന്മനാ കൂച്ചി പിടിച്ചിരിക്കുവല്ലിയോടാ. ഈ ഭരതനാട്യവും കഥകളിയും വലിയ വലിയ കലാകാരന്മാർക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ. നമുക്ക് ഇവരെ കൊണ്ട് വല്ല മിമിക്രിയും കളിപ്പിക്കാം. മിമിക്സ് 1000 + 1000 ടോട്ടൽ 5000. അത് ഐഡിയ. പ്രേമദാസ, മിമിക്രി ചെയ്യുവോ? മിമിക്രിയോ? അതായത് പട്ടി, കോഴി, ആട്, താറാവ്, സിനിമാ താരങ്ങൾ തുടങ്ങിയവരുടെ ശബ്ദം അനുകരിക്കുക. ഏതെങ്കിലും സിനിമ പ്രൊഡ്യൂസേഴ്സ് കണ്ടാൽ നിങ്ങളെ സിനിമയിലേക്ക് എടുക്കും. ഞങ്ങൾക്ക് അതിനുള്ള ഗതികേടൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. ഓപ്പറേഷൻ നടത്തി 2 2ആയി കല്യാണം കഴിച്ച് ചിൽഡ്രൻസോടെ ജീവിക്കണ്ടേ? മിമിക്രി നടത്താൻ പറ്റുമോ? പറ്റൂല. ഓപ്പറേഷൻ നടത്തണ്ടേ? മിമിക്രി ചെയ്യാം. സുജാത, ബോർഡ് എഴുതടാ. സയാമീസ് ഇരട്ടകളുടെ അത്ഭുത മിമിക്രി വാടാ. അത് മീറ്റർ എന്തുപോലെ? 28. എത്ര വയസ്സ് കാണും? 22 അതോ 23? സഹോദരി, ഒരു 10 മീറ്റർ തുണിയും എടുത്തേ. അതെന്താണ് മച്ചാനെ, കട്ട തയ്ക്കാനാ? അല്ല, ഇവന്മാർക്ക് ഷർട്ട് തയ്പ്പിക്കാം. വേണ്ടി വരും. ഇന്ന് കാലത്ത് ഇവന്മാരെ കുളിപ്പിക്കപ്പെട്ട പാട് എനിക്ക് ദൈവത്തിനും അറിയാം. ഇവന്മാരെ കുളിപ്പിക്കുന്ന നേരം കൊണ്ട് 4 ട്രാൻസ്പോർട്ട് ബസ് കഴുകാം. സാറേ, പുതിയ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്, കാണണോ? വേണ്ട വേണ്ട, അതൊക്കെ അടുത്ത തവണ. ഭൂതമല്ല, പ്രതിമയത്. ബിൽസ് 500 രൂപയെ. ഭയങ്കര വിലയാ. കടുപ്പാ കേട്ടോ. അപ്പൊ ഇതിന്റെ കാശ് ഇതിന്റെ ഒക്കെ കൊടുത്തടാ. അപ്പൊ ഇതിന്റെ നീ കൊള്ളവാക്കി. എന്ത് പണിയാണോ നിങ്ങൾ കാണിച്ചത്? വേറെ വല്ല സ്ഥലത്ത് വരുന്ന അടി കിട്ടിയാൻ അറിയോ? ഫ്രാങ്കോ ചേട്ടൻ തന്നെയല്ലേ ഇതെല്ലാം എടുത്ത് ഇതിനകത്ത് വച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്ന അടി കൊള്ളുന്നു. പോലീസുകാരാണ് മോഷ്ടിച്ച. ഞാൻ ഒന്നും കേട്ടില്ലേ? അയ്യോ, ശരിക്കും കിട്ടിയല്ലേ? എന്തൊരു തല്ലായിരുന്നു. നല്ല ഇടിവെട്ട് പോലത്തെ ഇടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തല്ല് കണ്ടിട്ടേ ഇല്ല. നിലം തൊടാതെ അല്ലേ തല്ലിയത്? എന്തിനാ കക്കാൻ പോയത്? നീയൊക്കെ നല്ല ഉടുപ്പിട്ട് വൃത്തിയും മെനയായിട്ട് നടന്നോട്ടെ എന്നെ ശുദ്ധഗതിക്ക് വിചാരിച്ചു പോയി. ഇനി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഷോ തുടങ്ങാം, ഇല്ലയോ? അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ എപ്പോഴാ? നമ്മളുടെ ഓപ്പറേഷനാ? അതെ, നമ്മുടെ ഓപ്പറേഷൻ. അത് ഇപ്പൊ അറിയണം. എന്തിനാ ഡോക്ടറെ കൊണ്ട് കണ്ടം തുണ്ടമായി വെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്ത നീയൊക്കെ ചത്തുകൂടാ. ഇതെന്താ പിള്ളേര് കളിയാണോ? അതിനു മുമ്പ് മിടുക്കന്മാരായ ഡോക്ടർ ആരൊക്കെയാണ്? അതിനെന്ത് ചെലവ് വരും? അതിനുള്ള പണം ഉണ്ടാക്കണം. എന്തിന്? വേസ്റ്റ്. ഏറിപ്പോയാ 1 2 കൊല്ലം. അതെ, അതുവരെ നീയൊക്കെ ഇങ്ങനെ കൂട്ടി ഒട്ടിയിരുന്ന് ഭാവിയിലൊക്കെ അണ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ഞങ്ങളുടെ ഓപ്പറേഷൻ നടത്തൂല്ലേ നീ? ഇനി ഓപ്പറേഷനെ കുറിച്ച് മിണ്ടിയാൽ ഞാൻ വല്ല തടിമില്ലും കൊണ്ടുപോയി അറുത്ത് മാറ്റിക്കും. ഓപ്പറേഷൻ 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 മിണ്ടിപ്പോരുത് മണക്കൂസല. ഇവരും നമ്മളെ പറ്റിക്കുക. ശരിയാ, ഇവര് നമ്മുടെ ഓപ്പറേഷൻ നടത്തുമെന്ന് തോന്നണില്ല. സയാമീസ് ഇരട്ടകൾ തിരക്കേറിയ 3ാം ദിവസത്തിലേക്ക് ഖൊരഗ്പൂർ, മണിപ്പൂർ, കോലാലംപൂർ, നിലമ്പൂർ, നാഗ്പൂർ, ഷൊർണൂർ എന്നിവിടങ്ങളിലും ചമോസ്കി, ചുഞ്ചൂസ്കി, ചുസുസ്കി, ചുഷസ്കി എന്നീ വിദേശ രാജ്യങ്ങളിലും റഷ്യ, ഒഡേഷ്യ, മലേഷ്യ, ഷ്യ എന്നീ ഫോറിൻ രാജ്യങ്ങളിലും സയാമീസ് ഇരട്ടകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷെ അവിടെ പോയി നേരിട്ട് കാണുവാൻ പട്ടിണി പാവങ്ങളായ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് കേവലം 10 രൂപ മുടക്കി ഇരട്ടകളെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാം.
തൊട്ടു നോക്കാം, തലോടി നോക്കാം, പിച്ചി നോക്കാം. മായയല്ല, മന്ത്രമല്ല. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. വരിക വരിക സഹചരെ, കാശുമായി വരികടോ. ഒട്ടി നിൽക്കും രണ്ടിനെ ഒത്തുചേർന്നു കാണടോ. വരിക വരിക സഹചരെ, കാശുമായി വരികടോ. ഒട്ടി നിൽക്കും രണ്ടിനെ ഒത്തുചേർന്നു കാണടോ. എന്തിനേ ആരാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഇരട്ടകൾ എവിടെ? അകത്തുണ്ട്. കണ്ടില്ലേ, അന്തന്മാരാണല്ലേ. ആ വാ കാണിച്ചു ടൈം വേസ്റ്റ്. എവിടെ? അയ്യോ, ഇരട്ടകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചിട്ട് ആളെ പറ്റിക്കുന്നോളാം. ഞങ്ങൾ പറ്റിച്ചതൊന്നും ഉദ്ദേശിച്ചല്ല. അവരെ